ഞാനെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടാത്ത ഒരു നിലപാടെടുക്കണമെന്ന് അറിയാമോ? ദൈവമായിട്ട് നിങ്ങൾ ഒരു റിലേഷനിലായ പിന്നെ അവിടെ ഇവിടെ ഒട്ടിയിട്ട് കാര്യമില്ല. സ്വാഭാവികമായി നിങ്ങളുടെ അപ്പനെന്ന രീതിയിൽ, അമ്മയെന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ഒരു പരിധി കഴിഞ്ഞ് എന്താ അങ്ങനെ വരണമെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ജീവിതം എപ്പോഴും ഒരേ രീതിയിൽ പോകത്തില്ല. ജീവിതം എപ്പോഴും ഒരേ രീതിയിൽ പോയതില്ല. ചില സമയത്ത് പൊടുന്നനെ ബൈബിൾ അങ്ങനെ ഒരു വാക്കുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. മത്തായി 24:29. മത്തായി 24:29. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും. ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ സ്റ്റുഡിയോയിൽ ഡെയിലി ബ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് ഈ പൊടുന്നനെ എന്നുള്ള വാക്ക് പറയണത്. അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല. ലൈഫ് എപ്പോഴും ഒരേ രീതിയിൽ പോകത്തില്ല. നമുക്ക് തോന്നും ഇങ്ങനെ നമ്മളിങ്ങനെ ശാന്തമായി ഇങ്ങനെ പോകും, ഇതിങ്ങനെ മരണം വരെ പോയിക്കൊള്ളും എന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല, പെട്ടെന്ന് ആകസ്മിക ട്വിസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അതാണ് പൊടുന്നനെ എന്ന് പറഞ്ഞത്. പൊടുന്നനെ വാക്കവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് ഉള്ളത് കാരണമാണ് ഈ പൊടുന്നനെ എന്ന് വാക്ക് വരണത്. നമ്മൾ എപ്പോഴും ഒരു പ്രീസപ്പോസ് ചെയ്യണം. ജീവിതം ഇപ്പം സ്മൂത്താണെങ്കിലും നാളെ അത് സ്മൂത്ത് ആകത്തില്ല. ജീവിതം ഇപ്പം സ്മൂത്താണ്, ഓക്കെ, നാളെ സ്മൂത്താകണമെന്നൊരു നിർബന്ധമില്ല. അപ്പം നാളെ സ്മൂത്താകാത്തത് പൊടുന്നനെ ആയിരിക്കും സംഭവിക്കണത്. പക്ഷെ പൊടുന്നനെ ആണ് സംഭവിക്കുന്നത്. ഇപ്പം നമുക്കൊരു ബമ്പുണ്ട്, ഒരു ഹമ്പുണ്ട് റോഡിലൂടെ പോകുമ്പോൾ. ആരാണ് ബമ്പെ ഇടിച്ച് തെറിച്ച് പോണത്? ആരാണ്? വല്ല തൃശ്ശൂർക്കാരും കാസർഗോഡുകാരും ആലപ്പുഴക്കാരും തിരിക്കത്തില്ല. ആലപ്പുഴത്തെ ബമ്പെ തിരിക്കുക ഇല്ല. നമ്മൾ തൃശ്ശൂർ വടക്കാഞ്ചേരിയും ചെല്ലുമ്പോൾ നമ്മൾ ബമ്പ് വരുമ്പോൾ പടയെന്ന് തെറിച്ചു പോരുന്നത്. എന്താ കാര്യം? നമുക്കവിടെ എവിടെയാണ് ബമ്പെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ റോഡ് പോലെ ഇങ്ങനെ കിടക്കണ കാരണം ഫ്ലാറ്റായിട്ട് ഓടിച്ചു പോകും. പെട്ടെന്നൊരു ബമ്പ് വരും. ചിലപ്പോൾ മാർക്ക് പോലും ചെയ്ത് കാണത്തില്ല. പെട്ടെന്നായിരിക്കും നമുക്ക് ട്വിസ്റ്റിംഗ് ഉണ്ടാകും ചിലപ്പോൾ. അപ്പം ഒരു മുന്നറിവ് എപ്പോഴും ഉണ്ടാകണം നല്ലതാണ്. അതാണ് ഈ ബംബെ ഹെഡ് എന്നൊക്കെ എഴുതി വെക്കുന്നത്. ബംബെ ഹെഡ്, അതായത് പമ്പ് ഇങ്ങനെ ഉയർന്ന സ്ഥലം സ്കൂളൊക്കെ ഉള്ളത് കാരണം സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി മുമ്പിൽ ബമ്പുണ്ടെന്നാണ് ഈ പറയണത്. അല്ലെങ്കിൽ കുഴിച്ചിട്ടേക്കും ഹമ്പെന്നും പറഞ്ഞ്. അതെ, പക്ഷേ നമ്മൾക്ക് ട്രാഫിക്കിൽ കാണിക്കും നമ്മൾ മുമ്പിൽ അതുണ്ടെന്ന്. പക്ഷേ ജീവിതത്തിൽ അതുപോലെ ട്രാഫിക് സൈനൊന്നും ഇല്ല. ഇതിങ്ങനെ ഓടിച്ചു പോയേ ഉള്ളൂ. തട്ടിക്കളയുമ്പോഴാണ് നമ്മൾ സകടം പറയണത്. അപ്പോൾ അതുകൊണ്ട് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൊടുന്നനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊടുന്നനെ. അപ്പോൾ അത് പൊടുന്നനെ ഉള്ളത് കാരണം നമ്മൾ പ്രിക്കോഷ്യസ് ആയിരിക്കണം വിഷയം. ഇപ്പം നിങ്ങളോർക്ക് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്താ കുഴപ്പം? കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ ഇത് മിസ്റ്റേക്കൊന്നുമില്ലല്ലോ. കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. ഞായറാഴ്ച കുർബാന, കുമ്പസാരം അതെല്ലാം ഉണ്ടല്ലോ. കുഴപ്പമില്ല. നമ്മളിങ്ങനെ മക്കളെ പ്രാർത്ഥിക്കണില്ലേ? ഉണ്ട്, മക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രധാനമന്ത്രി എന്താ വിളിച്ച് പറഞ്ഞത്?
എണ്ണ ഉള്ളൊരു സൂക്ഷിച്ച് വെക്കണം. കയ്യിൽ പെട്രോളോ വല്ലതും ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കണം. ഭക്ഷണം ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കണം. ഒരു ഇൻ്റർനാഷണൽ അൺലോക്ക് ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് സംഭവം. അപ്പം നേരത്തെ നമുക്കൊരു അറിവ് തരണതാണ് ഈ സംഭവം. പക്ഷേ ഇതുപോലുള്ള അറിവ് ബൈബിൾ തരണത് പൊടുന്നനെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. പൊടുന്നനെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്നാ ചെയ്യണം? ഈ പൊടുന്നനെ എന്ന് പറയുമ്പോൾ പൊടുന്നനെ വരുമ്പോൾ തന്നെ കാക്ക നോക്കറിയും മുണ്ടി കൊണ്ടാലേ അറിയത്തുള്ളൂ, പറഞ്ഞ് കൊണ്ടറിഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റി ഫേസ് ചെയ്യാനുള്ളൊരു മാർഗം നേരത്തെ ഈ മെഴുത്ത പശുക്കളെ കാണുമ്പോൾ തന്നെ മെല്ലിച്ച പശുക്കൾ വരുന്നുണ്ടെന്ന് ബോധം വേണം നമുക്ക്. ജോസഫിൻ്റെ സ്വപ്നം അതല്ലേ അല്ലേ? മെഴുത്ത പശുക്കളാണ് ആദ്യം മെല്ലിച്ച പശുക്കളല്ല സ്വപ്നം കാണുന്നത്. ജോസഫ് സ്വപ്നം കാണുന്നത് ആദ്യം മെഴുത്ത പശുക്കളാണ് സ്വപ്നം കാണുന്നത്. ആ മെഴുത്ത പശുക്കളെ സ്വപ്നം കണ്ട് 7 പശുക്കളെ കാണും. അതിനുശേഷം മെല്ലിച്ച പശുക്കളെ കാണും. മെല്ലിച്ച പശുക്കൾ വന്ന് മെഴുത്ത പശുക്കളെ തിന്നുകളയും. അപ്പോൾ ഈ ഫറവോ പറയും, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അവർ പറയും, സ്വപ്നക്കാരൊരു ജോസഫ് ഒരുത്തനുണ്ട്, അതിനോട് ചെന്ന അങ്ങനെ വിളിപ്പിച്ച കാര്യം പറയും. അപ്പോൾ ജോസഫിനെ വിളിപ്പിച്ചപ്പോൾ ജോസഫ് പറയും, മെഴുത്ത പശുക്കൾ അഭിവൃദ്ധിയുടെ 7 കൊല്ലമാണ്. അപ്പോൾ നമ്മൾ ബെയർ ഹൗസ് ഉണ്ടാക്കണം. നമ്മുടെ പാടശേഖരങ്ങളെല്ലാം പൂത്തൊലയും നിറച്ച് വിളവുണ്ടാകും. പക്ഷെ നമ്മളത് സൂക്ഷിച്ച് വെക്കണം. എന്താണ്? മെല്ലിച്ച പശുക്കളുടെ ക്ഷാമത്തിൻ്റെ കാലം വരുന്നുണ്ട്, 7 വർഷം. അപ്പോഴത് ഫറവോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ അവസ്ഥയും. സ്മൂത്തായിട്ട് പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട്, അതാണ് വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ലെ, ടേക്ക് ദ ബെഡ് ഓഫ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 5:46-47. മത്തായി 5:46-47. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സഹോദരനെ മാത്രമേ സ്നേഹിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ട് ദൈവത്തോടുള്ള മിനിമം പ്രോഗ്രാമിൽ ജീവിച്ചാൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? ഇപ്പോൾ ഉടമ്പടി ചിലരോട് ഉടമ്പടി എടുക്കണില്ല എന്ന് പറയും, എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അതാണ് വിഷയം. ഞാനിപ്പോൾ നിങ്ങളെ ഉടമ്പടി എടുക്കണില്ലേ? അപ്പോൾ കൂടെ വന്ന് താനിട എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഈ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടത്. എന്താ കാര്യം പൊടുന്നനെ ഉണ്ടാവും. ഒരിക്കലും ഉടമ്പടി എടുക്കണമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ കാര്യം മോശകരമായിട്ടുള്ളത് സംഭവിക്കാൻ പോകുന്നു. കരുതലോടെ ഇരിക്കാനാണ് എൻ്റെ അർത്ഥം. ആരെങ്കിലും നിങ്ങളോട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തോ ഈ കാണുന്ന അന്തരീക്ഷം മാറാൻ പോകുന്നു, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു, ന്യൂനമർദ്ദം വരാൻ പോകുന്നു, അതുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങിയിരിക്കാൻ പറയാം. ത്രിയേക ദൈവത്തിന് മഹത്വവും പരിശുദ്ധ കൃപാസന മാതാവിന് എന്നും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷീബ എബ്രഹാം. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് തോന്നിയാമല എന്ന സ്ഥലത്ത് നിന്നാണ്, ഇടവാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സാം, ഒഫീഷ്യൽ നെയിം രാജേഷ്, മോള് അൽമിത, ഇളയ മകൾ അൽമിയ. ഞങ്ങളെ കുടുംബപരമായി ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ കൃപാസന മാതാവിനോട് ദിവ്യകുമാരനോടും 1000 നന്ദി പറയുന്നു. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2023 ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിനെക്കാട്ടിയും 3 ഇരട്ടി
മധുരമാണ് എൻ്റെ ഈ രണ്ടാമത്തെ സാക്ഷ്യം. കാരണം ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് സാക്ഷ്യം പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ അൾത്താരയിൽ എനിക്ക് കുടുംബമായി നിന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ കൃപാസന മാതാവ് എന്നെ സഹായിച്ചതിനെ ഓർത്ത് 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എൻ്റെ സാമ്പത്തിക മേഖലയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണമാണ്. 2025 മെയ് മാസത്തിൽ എൻ്റെ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഡെയിലി ആവശ്യങ്ങൾക്കായി കുറച്ച് ഗോൾഡ് വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയും മൂത്ത മകളും മാത്രമാണ് നാട്ടിലുള്ളത്. ഞാനൊരു നേഴ്സാണ്, സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു എക്സ് മിലിറ്ററി ആണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം വീട്ടിൽ അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിനോവേഷൻ്റെ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഏകദേശം കണക്കാണ് 12 പവനിൽ കൂടുതലായിട്ടുള്ള ഗോൾഡ് മിസ്സാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതറിയുന്നത് ഓഗസ്റ്റ് മാസം അവസാനം, അതായത് ഇത് സംഭവിച്ചതിന് ശേഷം, റിനോവേഷൻ തുടങ്ങിയതിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് അറിയുന്നത് ഇത് കാണാനില്ല എന്നുള്ള കാരണം. ഒരു കല്യാണ ചടങ്ങിന് വേണ്ടി മോക്ക് പോകാൻ വേണ്ടി ഞാൻ അമ്മയോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു മോക്ക് ഇതിൽ ഒരു സാധനം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടിയായതുകൊണ്ട് ഒന്നും ഇടാറില്ല. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴാണ് അമ്മ ഇത് അന്വേഷിച്ചു. അന്നേരം കാണാതെയായി. പക്ഷേ അമ്മയ്ക്ക് കിട്ടിയില്ല. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ടു പോയി, കല്യാണ ചടങ്ങിന് പോയി എന്നാണ്. പിന്നെ ഏകദേശം ഒരാഴ്ചയോളം ഇവരിത് അന്വേഷണമായി. എന്നോട് പറഞ്ഞില്ല. കാരണം അമ്മയ്ക്കറിയാം എൻ്റെ ജീവിതത്തിലെ ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതിൽ ഇൻക്ലൂഡഡായി ഈവൻ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ റിങ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. അമ്മയ്ക്കത് എന്നോട് പറയാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. അമ്മ വളരെയധികം ടെൻഷനിലായി. BP ഉള്ള ഒരാളാണ്. പെട്ടെന്ന് ടെൻഷൻ കൂടി BP എല്ലാം കൂടുതലായിട്ട് പത്തനംതിട്ടയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി. അമ്മ ഇത് അഡ്മിറ്റായതിന് ശേഷമാണ് BP കൂടുതലാണെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരി നാട്ടിലുണ്ട്, ഞാൻ അന്വേഷിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി നീ അമ്മയോടൊന്നും ചോദിക്കരുത്, ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഒന്നും അമ്മയ്ക്ക് വിഷമമാകണ്ട, ഇത് കാണാതെ പോയിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുക, നീ ഉടമ്പടിയിലല്ലേ എന്ന് അവളും പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിഷമം ഉണ്ടായാലും പെട്ടെന്ന് ഒരു ധൈര്യം വന്നു. കാരണം അതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവം തന്ന ജോലിയിൽ നിന്നും എനിക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്നും ഞാൻ സമ്പാദിച്ചതാണ്. അത് ഒരു കാവൽക്കാരി മാത്രമാണ് ഞാൻ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് വീട്ടിൽ വിളിക്കുമ്പോൾ അന്വേഷിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സാരമില്ല, അത് പൊക്കോട്ടെ, കുഴപ്പമില്ല, ദൈവം നമുക്ക് തരാനുള്ളതാണെങ്കിൽ അത് തന്നുകൊള്ളുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ടിന്യൂസായിട്ട് പ്രാർത്ഥിച്ചു. ഏകദേശം 2 ആഴ്ചയോളമായി ഈ സംഭവം നടന്നിട്ട് അവസാനം ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. അപ്പം തീർച്ചയായും ഇത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും ഉറപ്പായി. കാരണം റിനോവേഷൻ ടൈമിൽ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്നു പോയിട്ടുണ്ട്. ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ചിലപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാം. അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലൊരു ആഗ്രഹമുണ്ടായി, ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന്. അതായത് ഇത് 2 വീക്സിന് ശേഷമാണ് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം. അങ്ങനെ ഞാനൊരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം അന്ന് പിറ്റേ ദിവസം രാത്രിയിൽ, അതായത് 48 hours കഴിഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു, അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്, ശക്തമായിട്ട് ഒരു സ്ഥലം അമ്മയ്ക്ക് മാതാവ് എഴുന്നേക്ക് നീ അവിടെ പോയി നോക്ക് എന്നുള്ളൊരു പ്രേരണ ശക്തമായിട്ടുണ്ടായി. അത് ആക്ച്വലി എൻ്റെ വീടുമായിട്ട് ബന്ധമില്ലാതെ അപ്പുറത്തുള്ള ഞങ്ങളുടെ പഴയ വീടാണ്. അവിടെ പോകാൻ വേണ്ടി ഒരു സാധ്യതയും കുറവാണ്. അമ്മ വെച്ചെന്ന് 100% ഉറപ്പുള്ള സ്ഥലത്ത് പല പ്രാവശ്യം പല ബന്ധുക്കാരെല്ലാവരും ചെന്ന് നോക്കി, കിട്ടിയില്ല. പക്ഷേ ഈ സ്ഥലം ശക്തമായ പ്രേരണ ഉണ്ടായ സമയത്ത് അത് ഏകദേശം രാവിലെ ടൈമാണ്. അപ്പം ആ സമയത്ത് ഞാൻ പ്രഭാത പ്രാർത്ഥന തുടങ്ങുന്ന സമയമാണ്. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അമ്മ പെട്ടെന്ന് അത് പ്രേരണ ഉണ്ടായതിന് ശേഷം അവിടെ പോയി നോക്കിയപ്പോൾ വളരെ എല്ലാവർക്കും കാണാവുന്ന ഒരു രീതിയിൽ തുറസായ ഒരു സ്ഥലത്ത് ആ സാധനം, ആ കെട്ട് അതേപോലെ ഇരിക്കുന്നു. വളരെ അത്ഭുതമായി
അമ്മ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ആ സമയം തന്നെ, അതിന് മുമ്പ് തന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട സമയത്ത് തന്നെ ഉടമ്പടി പേപ്പറിൻ്റെ ബ്ലൂ പേപ്പറിൽ ഞാൻ എഴുതി വെച്ചു, ഇത് എൻ്റെ ഉടമ്പടി, ഇത് കിട്ടുവാണെങ്കിൽ ഇതെൻ്റെ ഉടമ്പടി സാക്ഷ്യമായിരിക്കും. പിന്നെ 2 വർഷമായി ഞാൻ കൃപാസന റാലിക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട്, അപ്പോൾ അതിന് സാമ്പത്തിക സഹായം എന്ന രീതിയിൽ അതിൽ തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നു, ഇതെനിക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ ഇതിൽ 1 പവൻ സ്വർണത്തിൻ്റെ വില ഞാൻ മഹാറാലിക്ക് വേണ്ടി, കൃപാസന മഹാറാലിക്ക് വേണ്ടി അയച്ചു കൊടുക്കും. ഈ സംഭവം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ആരോടും പറയാതെ ചെയ്തതാണ്. എൻ്റെ അമ്മ, എൻ്റെ പള്ളി മലങ്കര കാത്തലിക് ചർച്ച് തോന്നിയാമല മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. അവിടെ ഒരു നിത്യസഹായ മാതാവ്, ഒരു കൽക്കുരിശുണ്ട്. അമ്മയും അവിടെ നേർച്ച പറഞ്ഞു, ഇത് കിട്ടുകയാണെങ്കിൽ അമ്മയും അതിൻ്റെ ഒരു ഭാഗം ആ കുരിശടിക്കും കൊടുത്തേക്കാമെന്ന്. അങ്ങനെ വളരെ ഭംഗിയായി ഈ കുരിശടി റിനോവേഷൻ ചെയ്യാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഇതുമൂലം സഹായകമായി. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. ഞാൻ 2022 മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പോലും എൻ്റെ ഒപ്പം ഉടമ്പടി പ്രാർത്ഥനയിലോ മറ്റുള്ള കാര്യങ്ങളിലോ പങ്കെടുക്കാത്ത ഒരു വ്യക്തിയാണ്. ഒരു എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഒരാളാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അക്രൈസ്തവമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ കൂടിയാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതിലോ പുള്ളിക്ക് പള്ളിയിൽ പോകുന്നതിലോ മാതാവിൻ്റെ വിശ്വാസത്തിലോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ കൃപാസന മാതാവിൽ വിശ്വാസമില്ല. അപ്പം എനിക്ക് ഭയങ്കര 2023 ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എൻ്റെ കാശ് രൂപം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ ബാഗിൽ നോക്കിയപ്പോൾ ഞാൻ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ ഞാൻ ഈ കാശ് രൂപം പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടപ്പെട്ട നിമിഷമാണ്. ഞാൻ അലറിക്കരയാൻ തുടങ്ങി. കാരണം ഈ ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടാൽ മാതാവ് കൂടെയില്ല എന്ന് ജോസഫ് അച്ഛൻ്റെ പല ടോക്കുകളിലും നിൻ്റെ ഉടമ്പടി മുടങ്ങിപ്പോയത് കൊണ്ടാണ് എന്നുള്ളൊരു ശക്തമായ ഒരു ധാരണ എനിക്ക് വന്നതിന് ഫലമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനപ്പോൾ എനിക്കറിയായിരുന്ന ഒരു കാരണം എൻ്റെ മനസ്സിൽ പറഞ്ഞു, പെട്ടെന്ന് നീ മാത്രം ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് കാര്യമില്ല, നിൻ്റെ ഭർത്താവും കുഞ്ഞുക്കളും എന്ത് ഉടമ്പടിയിലാകുന്നോ അതായിരിക്കും ഈ ഉടമ്പടി മുടങ്ങാൻ കാരണമെന്ന് ഞാൻ വളരെ സങ്കടത്തോടെ ഹസ്ബൻഡിനോട് പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാർത്ഥനയിലോ മറ്റു കാര്യങ്ങളിലോ കൂടാറില്ല, ഒരു പക്ഷേ അതായിരിക്കും എൻ്റെ ഉടമ്പടി. പുള്ളിയും ഈ ഉടമ്പടി കാശ് രൂപം വേണ്ടി എയർലൈൻസിലും അവിടെ എവിടെയൊക്കെ അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ ഒന്നും ഒരു ഫലമുണ്ടായില്ല. പക്ഷേ അന്നു മുതൽ ഞാൻ 1 വർഷം ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടുവെങ്കിലും ഉടമ്പടി ജീവിതം മുടക്കിയില്ല. അത് കണ്ടിന്യൂ ചെയ്തു പ്രാർത്ഥിക്കുകയും മറ്റുള്ള പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. 2024 നവംബറിൽ ഞാൻ വീണ്ടും നാട്ടിലെത്തി പുതിയ ഉടമ്പടി എടുക്കുകയും ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഇളയ മോളും മാത്രമാണ് സൗദിയിലുള്ളത്. ഞങ്ങൾ ഉടമ്പടി ജീവിതം നയിക്കുന്നു. പുള്ളിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും 1 അല്ല 2 പ്രാവശ്യം എൻ്റെ ഒപ്പം ഞാൻ മാത്രം ഉടമ്പടിയിലുള്ള സമയങ്ങളിൽ 2023 റോഡിൽ ഓയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സ്കിപ്പായി വണ്ടി. ഹസ്ബൻഡ് ഉൾപ്പെടെ 3 ആൾക്കാർ ആ വണ്ടിയിലുണ്ടായിരുന്നു. ഡ്യൂട്ടി സ്ഥലത്തിന് ഔട്ട് സൈഡിൽ വെച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായി തകരുകയും ചെയ്തു. എങ്കിൽ ആ വണ്ടിക്ക് മാത്രം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ 3 പേർക്കും ഒരു കുഴപ്പവുമില്ലാതെ മാതാവ് കാത്തുപരിപാലിച്ചു. അതിനുശേഷം അതിന് പെനാൽറ്റി ആയി. കാരണം വെളിയിലുള്ളവർക്കറിയാം, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നശിച്ചാൽ വളരെ വലിയ പെനാൽറ്റിയാണ്. ഏകദേശം 10,000 റിയാൽ പെനാൽറ്റി അടിച്ചു. അങ്ങനെ ഞാൻ വളരെ സങ്കടത്തിലായി. ദൈവമേ, ഉടമ്പടി ജീവിതത്തിലാണെങ്കിലും പുള്ളി ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് കൂടിയ സമയത്താണെങ്കിലും വീണ്ടും ആകണമെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്ന് പുള്ളിയും വിചാരിക്കും. അതുകൊണ്ട് മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു.
അതിൻ്റെ ഫലമായിട്ട് കമ്പനിയിൽ ഹെൽപ്പ് ചെയ്യുകയും ആ വളരെ തുച്ഛമായ ഒരു തുക പുള്ളിൽ നിന്ന് ഈടാക്കി ബാക്കി മുഴുവൻ തുകയും കമ്പനി പേ ചെയ്ത് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ആക്സിഡൻറ്റ് സംഭവിച്ചത് ഈ മാസം 7-ാം തീയതിയാണ്. ഞാൻ മോളുടെ 10ാം ക്ലാസ്സിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. ഇളയ മോളും കൂടെ നാട്ടിലേക്ക് വന്നു. ഹസ്ബൻഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പോയിരിക്കുകയായിരുന്നു. അന്ന് രാവിലെ ഹസ്ബൻഡ് വിളിച്ചു, എന്നോട് സംസാരിച്ചു വെച്ചു. പക്ഷേ കുറേ നേരമായിട്ടും ഞാൻ പള്ളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് വളരെ വൈകി. അപ്പം എൻ്റെ ഫോണിൽ കോളൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇത്രയും നേരം വിളിക്കാത്തതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളി ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ ആളെ കണ്ടു, കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ആ വാഹനം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇത് തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി പൂർണ്ണമായിട്ടും തലകീഴായിട്ട് മറിഞ്ഞ് മെയിൻ റോഡിൽ നിന്നും ഒരു മണ്ണിൽ ഉള്ള ഒരു റോഡിലേക്ക് 4 പേർ വീലും മേപ്പെട്ടായി. ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ഡിസേർട്ട് ഏരിയയാണ്, അവിടെ ആരും അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും വേറൊരു വാഹനം അതുവഴി ഇത് മാതാവായിട്ട് തന്നെ കൊണ്ടുവരികയും ഞാൻ സെയിം കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്ന ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എങ്കിലും ആളുടെ ദേഹത്തു നിന്നും ഒരു പൊടി പോലും സ്കിന്നിനോ ബ്ലഡോ വരാതെ മാതാവിൻ്റെ ഉള്ളം കരങ്ങളിൽ മാതാവ് കാത്തുരുവാൽച്ചു. എങ്കിലും പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു 2 ദിവസം ദേഹത്ത് ഒരു ചെറിയ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ മേളത്തെ ഡോർ പൊളിച്ചാണ് ആളെ ഇളക്കുന്നത്. അങ്ങനെ ആ വേദന മാത്രം ഉണ്ടായി. പാരസിറ്റോ പെയിൻ കില്ലർ മാത്രം കഴിച്ചു. ഒരു ഹോസ്പിറ്റലിൽ പോലും പോവാതെ മാതാവ് ആ മകനെ കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ ഫലമായാണ് ആ മകനും ഇന്ന് എൻ്റെ ഒപ്പം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ സാക്ഷിപീഠത്തിൽ നിൽക്കുന്നത്. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഒരു രോഗസൗഖ്യമാണ്. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ കൂടെ ആൾക്കാരില്ലാത്തതിനാൽ പറയാൻ പറ്റാത്ത സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ മോളാണ് ഇത്, മൂത്ത മോൾ അൽമിത. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് 2024 മുമ്പ് തന്നെ ഏകദേശം 2 വർഷമായി അവൾക്ക് ഭയങ്കര സിവിയറായിട്ട് ഹെഡേക്ക് വരുമായിരുന്നു. ഒത്തിരി ഹോസ്പിറ്റലുകളിൽ, പ്രമുഖമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും കാണിച്ചു. അവൾക്ക് ഒരു ഹാൻഡിന് ചെറിയൊരു വീക്ക്നെസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോഴൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു ന്യൂറോയുടെ പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെ പല ഡിപ്പാർട്ട്മെൻറ്റിലും കാണിച്ചു. ന്യൂറോ കാണിക്കുമ്പം അവർ പറയും ആൾക്ക് അമ്മയൊന്നും കൂടെ ഇല്ലല്ലോ, അതിൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. പല മരുന്നുകളും മാറി മാറി കൊടുത്തു. അതിനുശേഷം വേറെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് അവിടെ ഒന്ന് കൊണ്ട് കാണിക്കാൻ തോന്നി. അവിടെ ഒരു ന്യൂറോ ഹെഡിനെ കൊണ്ട് കാണിച്ചപ്പോൾ എന്ത് ഗുളികയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്ക്, നമുക്കൊരു EEG 24 hours എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ട സമയമായി. ഞാൻ തിരിച്ചു പോയി. എൻ്റെ സിസ്റ്ററാണ് ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 24 hours EEG എന്ന റിപ്പോർട്ട് എന്ന ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തരുന്നത്. ആ സമയത്ത് EEGയിൽ കൂടി ലെഫ്റ്റ് സെൻട്രൽ റീജിയൻ, ബ്രെയിനിൻ്റെ സെൻട്രൽ റീജിയനിൽ ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലം കൊണ്ടാണ് ആൾക്ക് ഈ ജെർക്ക് മൂവ്മെൻറ്റ് ഹാൻഡിൽ മാത്രം ഉണ്ടാകുന്നതും സിവിയർ മൈഗ്രെയിൻ ഉണ്ടാകുന്നതെന്നും കണ്ടുപിടിക്കാനിടയായി. ഡോക്ടർ ആദ്യം ഒരു ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു 1 മാസം ഇത് കഴിക്ക്, സിവിയറായിട്ട് വരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് അവൾ കുറച്ച് ദിവസങ്ങൾ ആ ടാബ്ലറ്റ് എടുത്തു. ഞാൻ നാട്ടിലുള്ള സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു വിശുദ്ധ വസ്തുക്കൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കണ്ടിന്യൂസ് ഒന്നും അവൾ ഉപയോഗിച്ചില്ല. കാരണം എപ്പോഴും എന്തിനും അവൾക്കൊരു അസിസ്റ്റൻ്റ് വേണം. അതുകൊണ്ട് മീൻസ് അതൊക്കെ പിള്ളേരെ കമ്പൽ ചെയ്യാൻ ഒരാൾ വേണം. പലപ്പോഴും അമ്മയെ അത് മിസ്സാക്കി. അങ്ങനെ അത് വല്ലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന സമയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവളുടെ നെറ്റിയിൽ തൈലം ഉപയോഗിക്കുകയും
വിശുദ്ധ വസ്തുക്കൾ ഉപ്പും തേനും അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുവേണ്ടി എന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. അത് ഈ തലവേദന കാരണം അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യാനോ പഠിക്കുവാനോ, ആൾ CBSE സിലബസിൽ പഠിച്ച ഒരാളാണ്, പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിലായി. ഞാൻ പറഞ്ഞു, പഠിച്ചില്ലേലും വേണ്ടില്ല എൻ്റെ ഈശോയെ, ഒരമ്മയായി നീ കൂടെ ഇരിക്കണം. കാരണം ഒരു അമ്മയുടെ വിഷമം എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനത്തെയുള്ള കണ്ടീഷനിലൊക്കെ. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഈ ടാബ്ലറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അസ്വസ്ഥതയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഏത് സമയവും കിടപ്പാണ്, ലൈറ്റ് ഇടാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര മൂകതയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി ഈ ടാബ്ലറ്റ് അവൾക്ക് കൊടുക്കുന്നില്ല. ഞാൻ തീരുമാനിച്ചു, നീ മാറ്റുവാണെങ്കിൽ മാറ്റ്, അല്ലെങ്കിൽ വേണ്ട. കാരണം ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും മാതാവിൽ വിശ്വസിച്ചു. ഞാനിവിടെ വെക്കേഷന് വന്നപ്പോൾ കഴിഞ്ഞ നവംബറിൽ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. ജോസഫ് അച്ഛൻ ഒരു കാശ് രൂപം കൊടുത്തു അവൾക്ക് പ്രാർത്ഥിച്ചിട്ട്. അവൾക്ക് പേടിയാണ്, ഇത് മിസ്സാകുമോ എന്ന് വിചാരിച്ച് കഴുത്തിലിടാറില്ല. ഞാൻ പറഞ്ഞു, പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇതെടുത്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് എൻ്റെ പ്രാർത്ഥനയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം പൂർണ്ണമായിട്ടും ടാബ്ലറ്റും കാര്യങ്ങളും എല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്തു. വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം വളരെ സിവിയറായിട്ടുള്ള പെയിന് ഒരു 85% മാറി. ഇപ്പം വല്ലപ്പോഴും വരുന്ന ഒരു സാധാരണ തലവേദനയായി 2-3 മാസങ്ങൾ കൂടുമ്പോൾ ഒരു ചെറിയ രീതിയിൽ. ഇന്നലെ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ മടിയാണ് കൂടെ നിൽക്കാൻ വേണ്ടി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അവിടെ സാക്ഷ്യം പറയണമെങ്കിൽ കൂടെ ആൾക്കാർ വേണം, അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഞാൻ സാക്ഷ്യം പറയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ ഞാനും വന്നു കൊള്ളാമെന്ന്. അങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇന്ന് എൻ്റെ മകളും എൻ്റെ ഒപ്പം ഇരിക്കുന്നു. രണ്ടാമത് ലഭിച്ചത് എൻ്റെ രോഗസഖ്യമാണ്. എനിക്ക് 5 വർഷമായി എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിലും റൈറ്റ് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ബ്രസ്റ്റിൽ എൻ്റെ ഇളയ മോളുടെ പ്രായമാണ്, മൂത്ത മോളുടെ പ്രായമാണ്. ആ സമയം തൊട്ട് ആപ്സിസ് ആയതിനു ശേഷം സർജറിയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു സിസ്റ്റാണ്. അതിന് ഞാൻ 4 വർഷമായിട്ട് അൾട്രാസൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും വെക്കേഷൻ വരുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യും. പക്ഷേ 3ാമത്തെ വർഷം അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാമോഗ്രാം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ലെഫ്റ്റിൽ മാത്രമല്ല റൈറ്റ് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം വർഷം തോറും മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. 2ാമത്തെ വർഷം ഞാനത് പറഞ്ഞതിന് ശേഷം വന്നപ്പോൾ ഞാൻ വിശുദ്ധ വസ്തുക്കൾ അതിനുശേഷം എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ വന്ന് മാമോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ നിൻ്റെ സിസ്റ്റ് ഇപ്പോൾ പൂർണ്ണമായും വളരുന്നില്ല, സെയിം എങ്ങനെയായിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന് ചെറിയ രീതിയിൽ വളർച്ചയുണ്ടായിരുന്നു. ഈ 1 വർഷമായിട്ട് പൂർണ്ണമായും അതിൻ്റെ വളർച്ച നിന്നു പോയിരിക്കുന്നു. നിൻ്റെ റൈറ്റ് ബ്രസ്റ്റ് തീർത്തും ഫ്രീ ആണ്. ഇനി മാമോഗ്രാമോ അൾട്രാസൗണ്ടോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 40 വയസ്സിന് മുകളിലായതുകൊണ്ട് 2 വർഷം കൂടുമ്പോൾ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്ന് അൾട്രാസൗണ്ടോ ഡോക്ടർ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ചെയ്യുകയോ ചെയ്താൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ആ വിഷയത്തിലും മാതാവിൻ്റെ മാധ്യസ്ഥമുണ്ടായി. അടുത്ത സാക്ഷ്യം എൻ്റെ ഇളയ മകളെ അൽമിയ. ഇവൾക്കിപ്പോൾ 6 വയസ്സുണ്ട്. ഇവളെ 4 മാസം തൊട്ട് എൻ്റെ ഒപ്പമാണ് സൗദിയിൽ. ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ഇവളെ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഞങ്ങൾ 2 പേരും പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് പല രീതിയിലും ശ്രമിച്ചു നോക്കി ഇവളെ അന്ന് തൊട്ട് എൻ്റെ ഇക്കാമയിലൊന്ന്, എൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലും ഇക്കാമയിലൊന്ന് ആക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ഒരിക്കലും അവിടുത്തെ റൂൾസ് അറിയുന്നവർക്ക് അറിയാം, അത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് പ്രാവർത്തികമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഈ ജനുവരി 2026 എൻ്റെ കോൺട്രാക്റ്റ് ഫിനിഷ് ആകുകയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയില്ല. എൻ്റെ മൂത്ത മകളെ ഞാൻ എൻ്റെ 6ാം മാസത്തിൽ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വന്ന ആളാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ട്. ഇനി 2ാമത്തെ ആളെയും കൂടെ നിർത്തി ഞാൻ വരില്ല. അതിനി അന്നത്തെ സാമ്പത്തിക ശേഷി പ്രത്യാസം മൂലമാണ് ഞാൻ അന്നത് ചെയ്തത്. ഇപ്പോഴും ഞാനും ഹസ്ബൻഡുമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഒന്നിച്ചായിട്ട്. അപ്പം നിനക്കിഷ്ടം ഞാൻ നാട്ടിൽ പോകുന്നതാണെങ്കിൽ ഈ ഇളയ മോളെ കൊണ്ട് ഞാൻ നാട്ടിൽ പോകും. ജനുവരിയിൽ മാർച്ച് തൊട്ട് അവൾക്ക് നാട്ടിൽ പഠിക്കും. മൂത്ത മോളുടെ കൂടെ അവളും ജീവിക്കട്ടെ. ഇല്ല, നിനക്ക്
ഇക്കാമ തരണമെന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ജനുവരിക്ക് മുമ്പ് എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇക്കാമ തരണം. അങ്ങനെയാണെങ്കിൽ മാത്രം, കാരണം ജനുവരി 1 ഇവർക്ക് ലാസ്റ്റാണ് റിന്യൂവൽ തീരുവാണ് 1 ഇയറിലേക്കുള്ളത്. ഇപ്പോൾ അവിടെ 3 മാസം കൂടുമ്പോഴാണ് റിന്യൂവൽ വരേണ്ടത്. ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ വിസിറ്റിങ്ങിൽ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡയറക്റ്റ് ഞാനും ഹസ്ബൻഡും എല്ലാം കൂടെ പോയി ശ്രമിച്ചു നോക്കിയതാണ് ദമാം എന്ന സ്ഥലത്ത്. പക്ഷേ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് റിജക്ഷനാണ് ഉണ്ടായത്, പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. പക്ഷേ ഡിസംബർ ആയപ്പോഴേക്കും എല്ലാത്തിന്മേലും അധികാരമുള്ള മാതാവ് സൗദി ലോയെ തന്നെ മാറ്റിമറിച്ചു. പ്രൈവറ്റ് സെക്ടറിൽ ഫാദറും മദറും ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ സ്വന്തമായിട്ട് ഇക്കാമ നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടെ കൂട്ടാം, അവർക്ക് ഇക്കാമ ലഭിക്കുമെന്നുള്ള ഒരു വാർത്ത കേട്ടു. ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഡിസംബർ ലാസ്റ്റ് തന്നെ എൻ്റെ കുഞ്ഞിന് ഇക്കാമ കിട്ടി. അതിൻ്റെ ഫലമായിട്ട് ജനുവരിയിൽ ഞാൻ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയും ചെയ്തു. ഇത്രയുമാണ് മാതാവ് ഈ 2024 ശേഷം എൻ്റെ പുതിയ ഉടമ്പടിക്ക് ശേഷം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ വർഷം തോറും മാത്രം വരത്തുള്ളൂ. ഒരു പ്രാവശ്യം, ഈ വർഷം മാത്രമേ 2 പ്രാവശ്യം വന്നുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ എത്ര മാസത്തെയാണോ മിസ്സിങ് പത്രം അതെല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ ഈവൻ ഗൾഫ് റീജിയനിൽ വരെയും ഞാൻ പത്രപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സൗദി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നു, അങ്ങനെ എതിരെയുള്ളൊരു കൺട്രിയാണ്. അവിടെ ഷോപ്പിംഗ് മാളുകളിലും പേഴ്സണലായിട്ട് ആൾക്കാരോട് നേരിട്ട് സംസാരിച്ച് കൃപാസനത്തെപ്പറ്റി അറിയിക്കുകയും മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പലരും എന്നെ അതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. ഈവൻ ഒരു പ്രാവശ്യം സെക്യൂരിറ്റി മാളിൽ നിന്ന് തന്നെ സെക്യൂരിറ്റി തന്നെ എന്നോട് പറഞ്ഞു എന്താണ് കയ്യിലിരിക്കുന്നത്, കാരണം അവർ ആ പേപ്പർ കണ്ടു, അവർക്ക് മനസ്സിലായിട്ട് എന്നോട് വന്ന് ചോദിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു, ഇല്ല ഇതെൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുകയും എന്നിട്ടും ഞാൻ പുറത്തു പോയി ആ പത്രം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് പോലും പലപ്പോഴും നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ പലരും അവിടെ പത്രങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വരുത്തിയിട്ട് കൊടുക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറയും, ആ പത്രം ഇങ്ങനെ എൻ്റെ തന്നേരം ഞാൻ കൊണ്ടു കൊടുത്തോളാം, ആ അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമാകുന്ന അനുഗ്രഹം നിങ്ങൾ മേടിച്ചോ എന്ന് പറഞ്ഞ് അവർ പത്രം തന്നിട്ടുണ്ട്. അത് ഞാൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കൃപാസന മാതാവിനെ പറ്റി എൻ്റെ അറിവിൽ ആരൊക്കെയുണ്ടോ അവരോടൊക്കെയും പറയാറുണ്ട്. പലരും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ രോഗസൗഖ്യമായും പല വിസ പ്രോസസ്സിംഗ് ആയിട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ കൂടെ ഇല്ലാത്തതിനാൽ എനിക്കത് പറയാൻ സാധിക്കുകയില്ല. പിന്നീട് എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു തുക മാറ്റിയെടുക്കുകയും കാരുണ്യ പ്രവർത്തികൾക്ക്, അത് അർഹതപ്പെട്ടവർക്ക് ആഹാരത്തിൻ്റെ രൂപത്തിലും മെഡിസിൻ്റെ രൂപത്തിലും ചികിത്സാ സഹായവുമായും വീട് വെക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഏതാണോ അവരുടെ സാഹചര്യം അതനുസരിച്ച് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ അതേപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ് ഞങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. അച്ഛൻ്റെ അതേപോലെ തന്നെ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ എന്ന് സ്റ്റാറ്റസായിട്ടിടുകയും അതിന് നമുക്ക് തോന്നും ഇന്ന ആൾക്ക് ഇത് ആവശ്യമുണ്ട്, ഈ സാക്ഷ്യം ആവശ്യമുണ്ട്, മക്കളില്ലാത്തവർക്ക് വേണ്ടി, ജോലിയില്ലാത്തവർക്ക് വേണ്ടി, അങ്ങനെ അവരുടെ ആവശ്യമനുസരിച്ച് ആ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുകയും അല്ലാതെ ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടിയും ഇതൊക്കെയും ഇവിടെ കൃപാസനത്തിലെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയും ഷെയർ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആദ്യം ഞാൻ പറഞ്ഞുവല്ലോ, ഉടമ്പടിയിൽ ഞാൻ മാത്രമാണ് വന്നത്, പ്രാർത്ഥനയ്ക്കൊന്നും ഹസ്ബൻഡ് കൂടുകയില്ല. പക്ഷേ 2024 ഇതൊട്ട് രാവിലെ പ്രഭാതത്തിൽ പലപ്പോഴും എന്നെ വിളിച്ചുണർത്തുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും എന്നോടൊപ്പം ഇരിക്കുകയും കാരുണ്യ പ്രവർത്തികൾക്ക് എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയണമെന്ന്, ഇവിടെ സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഒരു ജപ്തി
പരമായിട്ട് വീട് നഷ്ടപ്പെടാൻ പോയെന്ന നമ്മുടെ റിലേഷനിലുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഒരു തരത്തിലും ആ ഒരു വലിയ എമൗണ്ട് കൊടുത്ത് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. എങ്കിലും അതിന് ഹസ്ബൻഡിൻ്റെ പെർമിഷൻ കൂടി എനിക്ക് സഹായിക്കാൻ പറ്റുകയും ആ ജപ്തിയിൽ നിന്ന് ആ ഭവനം രക്ഷപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ പല രീതിയിലും പല ആൾക്കാർക്കും അനാഥാലയങ്ങളിലും മറ്റു പല ആൾക്കാർക്കും സഹായിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ മാറ്റമെന്ന് ഞാൻ പറഞ്ഞാൽ, ഞാനൊരു മലങ്കര കാതലിക് വിശ്വാസിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നാണോ ഇവിടെ ഉടമ്പടിയിൽ തുടങ്ങിയത് അന്നു മുതലാണ് ഞാൻ എൻ്റെ ഡെയിലി ജപമാല ചൊല്ലുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് അതെനിക്ക് മറ്റുള്ളവരോട് പറയുന്നതിന് യാതൊരു മടിയില്ല. ആരെന്തും വിചാരിച്ചു കൊള്ളട്ടെ. എന്തോ ക്രിസ്ത്യാനിയാണെങ്കിലും ഒരാളുടെ ആത്മീയ ജീവിതത്തിൽ ഏത് സ്ഥലമാണോ ആ ആൾക്ക് ഉന്നതിയിലേക്ക് നയിക്കുന്നത്, ആ ആളിൽ ദൈവിക സാന്നിധ്യമുണ്ട് എന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നു. എന്നും ഡെയിലി അരമണിക്കൂറെങ്കിലും 1-2 ദിവസങ്ങളിൽ മാത്രം, അത് പൂർണ്ണമായിട്ടും മിസ്സായിട്ടില്ല, കുറച്ച് സമയ ചുരുക്കം ഉണ്ടായിട്ടുണ്ട്. ദൈവവചനം വായിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം പൂർണ്ണമായും ബൈബിൾ വായിക്കുന്നതിലും. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് ഞാൻ ബൈബിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മാധ്യസ്ഥ പ്രാർത്ഥനകളായിട്ടും ഇടവക തലത്തിലാണെങ്കിലും അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ ഈ കുടുംബപരമായിട്ട് ഞങ്ങൾക്കിപ്പം സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടു. എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും, ലൗകിക ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക്, എൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ചൂണ്ടുപലകയായിരുന്നു ഈ കൃപാസനവും ഇവിടുത്തെ ഉടമ്പടിയും. കാരണം അതിപ്പോൾ ഗ്രാഫ് പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒത്തിരി കുറവുകളൊക്കെ ഉള്ള ജീവിതം തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിവിടെ വന്നതിന് ശേഷമാണ്. ഇതിനു മുമ്പും പല കാര്യങ്ങളിലും പ്രാർത്ഥനാ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വളരെ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃപാസനത്തിലെ ഉടമ്പടി ഇതിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്ന ഒന്ന് കാര്യമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലോ നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലോ ഒരിക്കലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് കുടുംബമായിട്ട് മാതാവിനെ ഈ സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം മാത്രമാണ്. അനുഗ്രഹം വൈകിയാലും അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് വരാതെ തിരിച്ചു പോവുകയില്ല. മാതാവ് കൃപാസനത്തിലൂടെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ കുടുംബപരമായും കൃപാസനത്തോടുള്ള നന്ദിയും കടപ്പാടും പരിശുദ്ധ മാതാവിനോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം നിർത്തുന്നു.